അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ തെളിവെടുപ്പിന് ശേഷം തിരുവനന്തപുരം AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കും തുടർന്ന് കോടതിയിൽ ഹാജരാക്കാനുമാണ് പോലീസിന്റെ നീക്കം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദിസ്ന സുരേഷ് ഉണ്ട്. ദിസ്ന, ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? AR ക്യാമ്പിലേക്കാണോ? വിശദാംശങ്ങൾ. ദൃശ്യം നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് AR ക്യാമ്പിലേക്ക് എത്തിച്ചു എന്നത് തന്നെയാണ്. ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളുടെ ശേഖരണത്തിന് ശേഷമാണ് വീണ്ടും തിരിച്ച് AR ക്യാമ്പിലേക്ക് എത്തിച്ചത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാകും ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുക എന്നത് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ അതായത് ആദ്യമായ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഈ മൊബൈലിൽ അപ്ലോഡ് ചെയ്തു എന്ന് തന്നെയാണ്. ഈ മൊബൈലിലടക്കം വീഡിയോ ക്ലിപ്പുകളും കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ ലാപ്ടോപ്പ് കണ്ടെടുക്കണം എന്നത്, അതായത് ഈ തെളിവുകളൊക്കെ ശേഖരിക്കണം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. തുടർന്ന് ഈ AR ക്യാമ്പിൽ നിന്ന് രാവിലെ രാഹുൽ ഈശ്വറിനെയും കൊണ്ട് പുറത്തേക്ക് വന്ന മാധ്യമങ്ങളോട് രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിരുന്നു തന്നെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്, ലാപ്ടോപ്പ് കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് വീട്ടിലെത്തുകയും വീട്ടിൽ നിന്ന് ഈ ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, ശാസ്ത്രീയ തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം വീണ്ടും രാഹുൽ ഈശ്വറിനെ AR ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നൊരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോട് കൂടിയായിരിക്കും ജനറൽ ആശുപത്രിയിൽ എത്തിക്കുക. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുക എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ദൃശ്യ ദിസ്ന സുരേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.